അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് തിരുവോണത്തിൻ്റെ പണികളായിരുന്നു. സാമ്പാർ, അവിയൽ, കാളൻ, വിഞ്ചിപ്പിളി നേരത്തെ ഉണ്ടാക്കി, പപ്പടം വരക്കണം, ചോറ്, അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡിയാക്കേണ്ട തിരക്കിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡ്രസ്സുകളെങ്കിലും അലക്കിയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിൽ എനിക്ക് പൂക്കളിടാനായിട്ട് പറ്റിയില്ല. എൻ്റെ കെട്ടിയവനാണ് പൂക്കളത്തിൻ്റെ സംഭവങ്ങളൊക്കെ വരച്ചത്. ഇതാണ് എൻ്റെ ഓണക്കോടിയിട്ടോ. എനിക്ക് എൻ്റെ കെട്ടിയവൻ വാങ്ങിച്ചു തന്ന 300 രൂപ ആയിട്ടുള്ളൂ. പാൻറ്റും ഉണ്ട്, ടോപ്പും ഉണ്ട്, അടക്കമാണ് കേട്ടോ. അപ്പോൾ ചാലക്കുടി റിയൽ ബസാറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഓണപ്പൂക്കൾ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. പിള്ളേർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി അവർക്ക് അതിനിടയിൽ ഓരോ പണികളുടെ ഇടയിൽ ഞാനിങ്ങനെ വായിൽ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി പിക്ചറാണ് കേട്ടോ അത്. എൻ്റെ കെട്ടിയവൻ നല്ല അടിപൊളിയായിട്ട് ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ ഞങ്ങൾ ഏകദേശം ഒരു മണിയോട് കൂടി കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു, ചോറൊക്കെ കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു. സെഫാങ്കുട്ടനെ ഞങ്ങൾ ഒരു വയസ്സിൽ അപ്പാപ്പ വാങ്ങിച്ചു കൊടുത്ത മുണ്ടാണത്. അവൻ്റെ അപ്പാപ്പ വാങ്ങിച്ചു കൊടുത്തത്. സാൻ്റെ മുൾക്ക് കഴിഞ്ഞ വർഷം ഞാൻ തയ്ച്ച പട്ടുപാവാടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പൂക്കളം ചെറുതായിട്ടൊന്ന് കോഴി തിരഞ്ഞു. അപ്പോൾ അതാണ് പൂക്കളം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ലെങ്കിൽ പച്ചക്കറി അരിയുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേഗം അങ്ങോട്ട് പണി തീർക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ എടുക്കണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഫൈനലി ഫുഡിൻ്റെ വീഡിയോ എങ്കിലും എടുക്കാമായിരുന്നു, കഴിക്കുന്നതെങ്കിലും എടുക്കാമായിരുന്നു. അതും എടുക്കാൻ പറ്റിയില്ല. അത് വേഗം കുട്ടികൾക്ക് കൊടുക്കണം, വീഡിയോ എടുക്കണം എന്നുള്ള മൈൻഡേ പോയില്ല. വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു, യൂട്യൂബിൽ എന്തെങ്കിലും ഒന്ന് ചെറിയ ഷോർട്സ് അപ്ഡേറ്റ് ആക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഇതാണ് ഞങ്ങളുടെ അടിപൊളി പൂക്കളം. എൻ്റെ സ്വന്തം കെട്ടിയാൽ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ അമ്മേനെയും എൻ്റെ 2 പിള്ളേരെയും കൂടി ആൾ ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ പിന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ വോയിസൊക്കെ കൊടുത്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ പെങ്ങളുടെ ലുക്ക് ഇതാണ്. നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.